ഇന്ന് വെറൈറ്റി ആയിട്ട് കറി പോലും ആവശ്യമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കുക. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1 ഉരുളക്കിഴങ്ങാണ്. ഉപ്പിട്ട് നല്ലോണം വേവിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുന്ന സമയത്ത് കട്ടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണേ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മസാലയും ഉരുളക്കിഴങ്ങും ഒക്കെ മിക്സ് ആകുന്ന രൂപത്തിൽ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ. ഇപ്പം ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഓരോന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് നമുക്കൊരു അളവ് പാത്രം എടുക്കാം. അതാകുമ്പോൾ നമുക്കെല്ലാം ഒരേ അളവിൽ തന്നെ ആയി കിട്ടും. ഇത് പരത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു അളവ് പാത്രമാണ് എടുത്തത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. ഇനി എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നല്ലോണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ആക്കിയിട്ടുള്ളത്. അടുത്തതൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നല്ല. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.